ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബ്ലൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് റെസ്പെക്റ്റ് ആവുന്നതാണ്. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ഒന്നായി തീർന്നേ പറ്റൂ. ഡിവൈൻ ടൈമിംഗ് വന്നാൽ നിങ്ങൾ ഒന്നായി തീർന്നേ പറ്റൂ എന്നതാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. എന്താണ് ഡിവൈൻ ടൈമിംഗ്? നിങ്ങൾ ഒന്നായേ പറ്റൂ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കിയാലോ. Ace of Cup എഴുതിയിട്ടുണ്ട്. Ace of Cup എഴുതിയിട്ടുണ്ട്. Ace of Cup ഫസ്റ്റ് കിട്ടിയാൽ അത് സ്നേഹത്തിൻ്റെ കപ്പല്ലേ എടുക്കാം. 10 of Cup കപ്പിൻ്റെ കളിയായിരുന്നു കേട്ടോ. Empress, Knight of Pentacles, the Star, World, Ten of Swords, Death, 4 of Swords, 9 of Cups, Page of Swords. അപ്പം ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്പ് ആണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം. ഏസ് ഓഫ് കപ്പ് വികാരം, മനസ്സ് നിറഞ്ഞിട്ടുള്ള സ്നേഹം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യും. കണക്റ്റാണ്, നിങ്ങൾ തമ്മിലുള്ള ഇമോഷൻസ് കണക്റ്റഡാണ്. ഓവർഫ്ലോയിങ് ആയ സ്നേഹം, നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ച് അതേപോലെ തരണം, അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഫസ്റ്റ് തന്നെ സ്നേഹം, ഒഴുകുന്ന സ്നേഹം നോൺ സ്റ്റോപ്പായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് എല്ലാം പണ്ടത്തെക്കാളും തിരിച്ചു പിടിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ഭ്രാന്തമായിട്ട് ആ വ്യക്തി പറയുന്നത്. പണ്ടുള്ള എന്തായിരുന്നു ബോണ്ടിങ്, ആ ബോണ്ടിങ് നീ കൂടുതലായിട്ട് ബോണ്ടിങ് എടുക്കണം. ഈ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല, എൻ്റെ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെയാണ് ആ വ്യക്തി പറയുന്നത്. അത്രയും സ്നേഹം, എന്താ പറയാ, ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്നേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് കൂടുതലൊരു സങ്കടവും സ്നേഹവും എല്ലാം കൂടിയുള്ള ഒരു വികാരമാണ് ഏസ് ഓഫ് കപ്പിൻ്റെ സ്നേഹം. അതിൽ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ വിഷമം, സ്നേഹവും സങ്കടവും എല്ലാം കൂടിയുള്ള ഒരു വികാരമാണ് ഇവിടെ എന്താ വെള്ളപ്പൊക്കം പോലെ വരുന്നത്, അങ്ങനെ പറയാം. കൂടുതൽ സ്നേഹം, സങ്കടം ഓർക്കുമ്പോൾ സങ്കടം വരുന്നത്. സ്നേഹമാണെങ്കിൽ അങ്ങനെ വഴിഞ്ഞൊഴുകുന്ന എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. എടുത്തുചാട്ടമാണ് ഈ വ്യക്തിക്ക്. എപ്പോഴും എടുത്തു ചാടിയിട്ട് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യും. പിന്നെയാണ് ദുഃഖിക്കുക, സങ്കടപ്പെടുക. നിങ്ങളെ വേദനിപ്പിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ഈ സ്നേഹം ഇങ്ങനെ
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളില്ലാതെ വന്നപ്പോൾ ആ വ്യക്തിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായി നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എങ്ങനെ പ്രകടിപ്പിക്കും, എങ്ങനെ അത് പറയും, ഒന്നും പറയാനും പറ്റുന്നില്ല. സ്നേഹം ഫസ്റ്റ് കാർഡിന് യേശു കപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ പരം സ്നേഹമൊന്നുമില്ല, അത്രയും സ്നേഹമാണ്. അതാണ് ഫസ്റ്റ് കാർഡ് യേശു കപ്പ് വന്നിരിക്കുന്നത്. സ്നേഹത്തിന് നിർവചിക്കാൻ പറ്റാത്തൊരു കാർഡാണ് യേശു കപ്പ്. ആ വ്യക്തിയുടെ സ്നേഹത്തിന് അതിരില്ല. അതുപോലെ തന്നെ ആ വ്യക്തി സങ്കടപ്പെടുന്നതും കാണുന്നുണ്ട് കേട്ടോ. അത്രയും സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്പാണ്. 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കുടുംബം, കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു നല്ലൊരു ഹാപ്പി ഫാമിലിയാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത്. മറക്കാൻ പറ്റാത്ത ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യാം. 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾഫിൽമെൻറ്റ്. അത്രയും നിങ്ങളെ ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുന്ന ഒരവസ്ഥ. എന്ത് വഴക്കുണ്ടായാലും നമ്മൾ ഒന്നാണ്, ഹാപ്പി ഫാമിലി. നിങ്ങൾ തമ്മിൽ ഒരു അടുത്ത് തന്നെ ഒരു റീയൂണിയൻ ഉണ്ടെന്ന് കൂടെ ഉറപ്പിക്കാം. അതെന്ന് വെച്ചാൽ 10 ഓഫ് കപ്പ് അതും കൂടെ പറയുന്ന ഒരു കാർഡാണ്. നെക്സ്റ്റ് കാർഡ് എംപറസ്. ഒരു മാതൃത്വം ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹമായിരുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എംപറസ്. ഇവിടെ ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്പ്, സെക്കൻഡ് കാർഡ് 10 ഓഫ് കപ്പ്, തേർഡ് കാർഡ് എംപറസ്. എന്താ ഈ 10 ഓഫ് കപ്പിൻ്റെയും ഏസ് ഓഫ് കപ്പിൻ്റെയും എല്ലാം നിർവചനം? എംപറസാണ്. എൻ്റെ എംപറസാണ്, എൻ്റെ മുൻജന്മം ബന്ധമാണ്. മാതൃത്വം പോലത്തെ അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹം കൊടുത്ത ഒരു സമൃദ്ധി, ബാലൻസ്, എൻ്റെ സമൃദ്ധി, എൻ്റെ ധനം, എൻ്റെ അബണ്ടൻസ്, എൻ്റെ സെൽഫ് ഗ്രോത്ത് എല്ലാം നീയാണ് എൻ്റെ എല്ലാം. എൻ്റെ ശക്തി നീയാണ്, എൻ്റെ ഊർജം നീ, എൻ്റെ ലൈറ്റ് നീയാണ്, എൻ്റെ ശ്വാസോച്ഛ്വാസം നീയാണ്, എൻ്റെ എല്ലാ എംപറസിൽ എന്തൊക്കെ പറയാം അതൊക്കെ പറയാം. അങ്ങനെയെല്ലാം ആ വ്യക്തി ഓർക്കുന്നത്. ബ്ലെസ്സിങ്, എൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും നീയാണ്, എൻ്റെ സോൾ കണക്ഷനാണ്, എൻ്റെ സൗന്ദര്യം, എന്താ എല്ലാം. നമുക്ക് 3 കാർഡ് കിട്ടിയിരിക്കുന്നതും എന്താണ്? അത്രയും നല്ല സ്നേഹത്തിൻ്റെയും സോൾ കണക്ഷൻ പറയുന്നതും എല്ലാമായ കാർഡാണ്. അപ്പം എന്താ ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒന്നിച്ച് ചേർന്നേ പറ്റൂ. ചേർക്കും, ഡിവൈൻ തന്നെ ചേർക്കും. നിങ്ങൾ തല്ലി മാറി നിന്നാലും ഡിവൈൻ നിങ്ങളെ ഒന്നാക്കിയിരിക്കും. അപ്പം എംബറസിൽ അത്രയും അൺകണ്ടീഷണലി ലവ് ഫീൽ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങളിൽ എത്തിച്ചേർന്നാൽ മതി. എൻ്റെ സോൾ കണക്ഷനാണ്, നമ്മൾ ഒന്ന് ചേർന്നേ പറ്റൂ. നമുക്ക് പകരം നമ്മൾ മാത്രം എന്ന് പറയുന്നു. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡിക്കലാണ്. എല്ലാം ഇപ്പം ആ വ്യക്തി ഒരു സൂക്ഷിച്ചിട്ടേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റക്കായൊരവസ്ഥ, ഒരു ഫിനാൻഷ്യൽ ആയിട്ടും എല്ലാം ആ വ്യക്തി എന്ത് ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ.
അതാണ് നൈറ്റ് ഓഫ് പെന്റിക്കൽ. വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അങ്ങനെ ഏസ് ഓഫ് കപ്പിൽ സ്നേഹം, 10 ഓഫ് കപ്പിൽ സ്നേഹം, എംബറസിൽ സ്നേഹം. അപ്പം അതെല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്കൊന്ന് വന്ന് ഇതൊക്കെ അങ്ങോട്ട് തരണം, ഈ സ്നേഹം മൊത്തം അങ്ങോട്ട് തരണം. നെക്സ്റ്റ് കാർഡ് സ്റ്റാറാണ്, വിശ്വാസമാണ്. നിങ്ങൾ അത്രയ്ക്ക് വിശ്വാസമാണ് ആ വ്യക്തിക്ക്. നിങ്ങളിലാണ് എല്ലാ പ്രതീക്ഷയും. ഒരു കുഞ്ഞിനെ വേണം, നിങ്ങളിൽ നിന്നൊരു കുഞ്ഞിനെ വേണം, നിങ്ങൾ തമ്മിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും ആ വ്യക്തി. ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒന്ന് ചേരേണ്ടവരാണ്, ഒന്ന് ചേർന്നിരിക്കും എന്ന് അത് ഡിവൈൻ പറയുന്നതാണ്. നിങ്ങൾ ഒന്ന് ചേർന്നിരിക്കുമെന്ന് പറയുന്നത് ഡിവൈനാണ്, വേറെ ആരുമല്ല. നിങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഡിവൈൻ ടൈമിൽ ഒന്ന് ചേർന്നേ പറ്റൂ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഡിവൈനാണ്. അപ്പം ഒരു ബാലൻസ് ചെയ്ത് ഈ ബന്ധം കൊണ്ടുപോകാനാണ് ഡിവൈൻ പറയുന്നത്. ഒരു പ്രതീക്ഷ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വേണം. എൻ്റെ സ്റ്റാർ കാർഡിൽ പറയുന്നത് എൻ്റെ വെളിച്ചമാണ്, എൻ്റെ നിങ്ങൾ കൊടുത്ത ആ ഒരു പോസിറ്റിവിറ്റി, അതാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വ്യക്തി പറയുന്നത് എൻ്റെ സ്റ്റാറാണ്. നെക്സ്റ്റ് കാർഡ് വേൾഡ് കാർഡ്, എല്ലാം നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതാണ് ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒന്ന് ചേരുമെന്ന് പറഞ്ഞു, ചേരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയ കാർഡ്സ് എല്ലാം നല്ല കാർഡ്സാണ്. അപ്പം വേൾഡ് കാർഡിൽ പറയുന്നത് എൻ്റെ ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആ വ്യക്തി വാല്യൂ കൽപ്പിക്കുന്നത് നിങ്ങളെയാണ്. എൻ്റെ വ്യക്തി എല്ലാവരും സ്മാർട്ടാണ്, എൻ്റെ വ്യക്തി എല്ലാറ്റിലും ഇങ്ങനെയാണ് എൻ്റെ ശക്തിയാണ്, അങ്ങനെ എല്ലാ തരത്തിലും ആ വ്യക്തി ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എല്ലാ നേട്ടവും ഞാൻ എന്നിൽ വന്നു ചേരുന്നത് എൻ്റെ വ്യക്തി എന്നിൽ വന്നതുകൊണ്ടാണ്. ആ വ്യക്തി ലോകം തന്നെ നിങ്ങളെയും കൊണ്ട് ചുറ്റിക്കറങ്ങാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് 10 ഓഫ് സോഡിൽ ആ വ്യക്തി വളരെ ദുഃഖിക്കുന്നത്. അപ്പം ഒന്ന് ചേർന്നേ പറ്റൂ, എന്ത് സെപ്പറേറ്റ് ആയാലും ഒന്ന് ചേർന്നേ പറ്റൂ എന്നാണ് യൂണിവേഴ്സ് ഡിവൈൻ പറയുന്നത്. അപ്പം 10 ഓഫ് സോഡിൽ ആ വ്യക്തി ഒരുപാട് ദുഃഖിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ അങ്ങനെ അത്രയും മുഴുകിയിരിക്കുകയാണ്. നിങ്ങളെ ഓർത്തെടുക്കുകയാണ് വേദനയോടുകൂടാ. ചോട് ഇറക്കിയ വേദനയിൽ ആ വ്യക്തി നിങ്ങളെ ഓർക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് ഡെത്താണ്. ഇപ്പോൾ ഉള്ള എല്ലാ സംഭവിച്ച കാര്യങ്ങളെല്ലാം മറന്ന് ഒരു റീബർത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുവാണ്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് സോഡാണ്. 4 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു വിശ്രമത്തിൽ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് ഒരു ഇതിൽ ആലോചനയിലാണ്, എല്ലാറ്റിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്. നമ്മളെ മറ്റുള്ളവരുടെ ഒന്നിനും ലൈഫിലേക്ക് ആ വ്യക്തി ഇപ്പം മറ്റുള്ളവരെ ആരും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ വ്യക്തിക്ക് എല്ലാവരോടും ഇപ്പം ഒരു വെറുപ്പ് തോന്നുക, എല്ലാവരും അബദ്ധത്തിൽ കൊണ്ടേ വിടുക ചെയ്യുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായി മനസ്സിലായി. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്പാണ്. നിങ്ങളെ ഓർക്കുമ്പം അത്രയും സന്തോഷം, എല്ലാം നേടിയ സന്തോഷമാണ് നിങ്ങളെ ഓർക്കുമ്പോൾ വ്യക്തിക്ക്.
വളരെ സ്നേഹം, സന്തോഷം, മിസ് ചെയ്യുന്നു, വളരെ വളരെ മിസ് ചെയ്യുന്നു. 9 ഓഫ് കപ്പ്, അതിലും സ്നേഹം തന്നെ. നമുക്കൊരിക്കലും പിരിയാൻ പറ്റില്ല. നമ്മുടെ സ്നേഹം അതുപോലത്തെയാണ് നമ്മൾ എന്നാണ് അവർക്ക്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യം, നിങ്ങൾ രണ്ടുപേരും ഔട്ടിങ്ങിന് പോയത്, അതെല്ലാം അതിങ്ങനെ ഓർത്തെടുത്ത് സന്തോഷിക്കാണ്. അപ്പം ആ വ്യക്തിക്ക് പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അത്രയും സന്തോഷമാണ് തോന്നുന്നത് നിങ്ങളാണ് രണ്ടുപേരും. വ്യക്തി സങ്കടമുണ്ട് ആ വ്യക്തിക്ക്. ടെന്നോസോഡിൽ ആ വ്യക്തി അത്രയും സങ്കടത്തിലാണ്, വിഷമിക്കുന്നുണ്ട്. വിഷമത്തിലും ആ വ്യക്തി നിങ്ങളെ ഓർക്കുമ്പോൾ 9 ഓഫ് കപ്പിൽ ചിരി വരിക. വ്യക്തി കൂടുതൽ സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്, വേദനിപ്പിച്ചു പോയിട്ടുണ്ട് നിങ്ങളാ. എന്തും നോക്കാണ്ട് എടുത്തു ചാടീന്. എത്ര അകലാൻ ശ്രമിച്ചാലും സ്റ്റക്കാവുന്നതാണ്. അകലാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. നമ്മളത് കൂടുതൽ അടുക്കുകയുള്ളൂ എന്നുള്ളത്. എന്തിനല്ലോ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്. അതിൻ്റെ കുറ്റബോധം വല്ലാതെ അലട്ടുന്നുണ്ട് ആ വ്യക്തിനെ. എല്ലാം പറ്റിപ്പോയി. സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളതും ഡിവൈൻ തന്നെ ആയിരിക്കും, ഡിവൈൻ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലായത്. നിങ്ങളുമൊത്തുള്ള ആ ഒരു സ്വപ്നങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളെല്ലാം, കുറച്ചൊന്നല്ല, ഒരുപാട് സ്വപ്നങ്ങളാണ് ആ വ്യക്തിക്കുള്ളത്. രണ്ടുപേരുടെയും ഓർമ്മയിൽ വേറൊരു മുഖമില്ല. രണ്ടുപേരുടെയും ഓർമ്മകളിലുള്ള മുഖം നമ്മൾ തമ്മിലുള്ള മുഖം തന്നെ, വേറെ ആരുമില്ല. നിങ്ങളാണ് അവരുടെ സപ്പോർട്ടിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ സപ്പോർട്ടിങ്, എന്തിനും ആ വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടിയുള്ള സപ്പോർട്ടിങ് സിസ്റ്റം ആരാണ്? നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായ എനർജിയാണ് ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെ എംബറസാണ്. നിങ്ങൾ ആരാണ്? എംബറസാണ്. ആ എംബറസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണ്? പോസിറ്റീവ് എനർജിയാണ്. ഈ എന്ത് തേർഡ് പാർട്ടീൻ്റെ നെഗറ്റീവിനെയും എല്ലാം ഭസ്മമാക്കാൻ പറ്റുന്നതാണ് എംബറസിൻ്റെ പോസിറ്റീവ് എനർജി. അപ്പോൾ ആ വ്യക്തി പറയുന്നത് എന്താണ്? നിങ്ങളുടെ പോസിറ്റീവായ ആ എനർജി ഉള്ളപ്പോഴാണ് എനിക്ക് ആ പോസിറ്റീവ് എനർജി അടുത്തോട്ട് നിങ്ങൾ കൂടെയുള്ള സമയത്ത് എന്താണ് അവർക്ക് എല്ലാം സക്സസ്സും സംഭവിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പോസിറ്റീവ് എനർജി കൊണ്ടാണ് എല്ലാം ആ വ്യക്തിയിലേക്ക് എന്ത് സക്സസ്സും വന്നു ചേരുന്നത്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തിക്ക് കഴിഞ്ഞുപോയ സംഭവം നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിനെ ഓർത്തിട്ട് 9 ഓഫ് കപ്പിൽ ആ വ്യക്തി അത്രയും സന്തോഷിക്കുന്നു. ടെന്നോസോഡിൽ ആ വ്യക്തി വളരെ വിഷമിക്കുന്നു. സങ്കടവും വിഷമവും കൂടിയുള്ള ഒരു മിസ്സിങ്, കുഴഞ്ഞൊരവസ്ഥയാണ് അവിടെ. പിന്നെ ഏസ് ഓഫ് കപ്പിൽ സ്നേഹം, അത്രയും സ്നേഹം. 10 ഓഫ് കപ്പിലും സ്നേഹം, എംബറസിലും സ്നേഹവും നിങ്ങളെ വർണ്ണിക്കലും എല്ലാം. അപ്പം ഇവിടെ 9 ഓഫ് കപ്പിലും സ്നേഹം, ഓർമ്മകളിൽ അത്രയും സന്തോഷം. 10 ഓഫ് സോഡിലെ ആ വ്യക്തി അതെല്ലാം ഇങ്ങനെ സങ്കടത്തോടെ ആ വ്യക്തി കൂടുതൽ സങ്കടത്തിലായിട്ട് അത് ഓർത്തെടുക്കുകയാണ്. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, സങ്കട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ വ്യക്തി പറയുന്നത്. ഇതുപോലെ ഒരു സ്നേഹിച്ച കപ്പിൾസ് വേറെ ഉണ്ടാവില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. അത്രയും സ്നേഹമാണ്, കൊല്ലുന്ന സ്നേഹമാണ്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടുമുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. കൊല്ലുന്ന സ്നേഹമാണ് എങ്കിലും സെപ്പറേറ്റ് ആയിട്ടുമുണ്ട്. ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ.
വ്യക്തി ആ വ്യക്തി ചിന്തിക്കുന്നത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും വിട്ടുപോയാലോന്ന് പോലും ആ വ്യക്തി ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നോക്കാം. ഒരുപാട് അബണ്ടൻസ് എല്ലാം ആ വ്യക്തി ഇപ്പം നേടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു വർക്കിന് പകരം പിന്നെയും വർക്ക് ചെയ്യാം, 1, 2 വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ ആ വ്യക്തി എടുക്കേണ്ട എല്ലാ എഫേർട്ടും എടുത്തിട്ട് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ വ്യക്തി. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒരുപാട് അബണ്ടൻസും എല്ലാം സമ്പാദിച്ച് നിങ്ങളിൽ നിന്ന് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത്രയും ഹാർട്ട് ബ്രേക്കിലൂടെയാണ് ആ വ്യക്തി കടന്നുപോയത്. നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ ആ വ്യക്തി ഒരുപാട് ഹാർട്ട് ബ്രേക്ക്, ആ വ്യക്തി ഒരു സന്തോഷം എന്തെന്ന് ആ വ്യക്തി അറിഞ്ഞിട്ടില്ല. അത്രയും ആ വ്യക്തി ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചു എന്നാണ് പറയുന്നത്. 2 of Cups. അപ്പം ഇതാണ് Ace of Cupന് ക്ലാരിഫിക്കേഷൻ വന്നിരുന്നത് 2 of Cups ആണ്. അപ്പം എന്താണ്? ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒന്നിച്ചേ പറ്റും. ഇതാണ് ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒന്നിച്ചേ പറ്റും. അപ്പം 2 of Cups എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണ്ടല്ലോ, മിററിംഗ് ആണ്. 2 പേരുടെയും ഈക്വലായ സ്നേഹം ഇത് കണ്ട് ഡിവൈൻ സന്തോഷിക്കുന്നുണ്ട്. ഡിവൈനാണ് ആ നടുക്കുള്ളത്. നിങ്ങളുടെ സ്നേഹം ഈക്വലാണ്. സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും 2 പേർക്കും അറിയാം നമ്മളെ ഒരിക്കലും നമ്മൾ വിടില്ല. നമ്മളെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ആണ്. 3rd പാർട്ടിയോ 4th പാർട്ടിയോ എന്ത് പാർട്ടി അവിടെ ഉണ്ടായാലും നമ്മളെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ആണ്. പിന്നെ ആര് എതിർത്താലും ബോണ്ടിങ് ഒന്നായാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാ കപ്പിൾസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബോണ്ടിങ് ആയിരിക്കണം. അപ്പം എനിക്ക് കാർഡ് എടുക്കുന്നില്ല. അപ്പം ഇന്ന് ഏത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിൽ ഉള്ളതെന്ന് നോക്കിയാൽ അങ്ങനെ എടുക്കാം അല്ലേ? ഹനുമാൻ സ്വാമിയാണ് ഇപ്പോഴും ശ്രീരാമനാണ്. 2 എടുക്കല്ലേ? ശ്രീരാമനെ എടുക്കാണ്ട് പിന്നെ ഹനുമാനെ ഇഷ്ടാവില്ല. ഏതാ എടുക്കേണ്ടത്? നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓരോരാൾ ഓരോ ഭഗവാനെ ധ്യാനിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇതായി ഒന്ന് ഗണപതി, മഹാലക്ഷ്മി, സരസ്വതി അവരെ ധ്യാനിക്കുന്ന ഉണ്ടാവും. ഇതിൽ ശ്രീരാമസ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട് കേട്ടോ. ഇവരെല്ലാവരുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പിച്ചോളും കേട്ടോ. ഗണപതി, മഹാലക്ഷ്മി, സരസ്വതി, ശ്രീരാമസ്വാമി. ഇപ്പോൾ ശ്രീരാമസ്വാമിൻ്റെ കൂടെ ആരുണ്ട്? ഹനുമാൻ സ്വാമിയുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് എന്നുള്ളത് അച്ചട്ടാണ്.
നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ ക്രൈം അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയിൽ നിന്നെ ഓർത്ത് കരയാറുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ലവ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫീലിംഗ്. ലവ് എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയുള്ളൊരു ഫീലിംഗ് ആണ്. ഇതിലപ്പുറത്തെ ഒരു സംഭവം വേറെ ഇല്ല എന്നാ പറയുന്നത്. യു ആർ മൈ ട്വിൻ ഫ്ലൈം എന്നാണ് ആ വ്യക്തി പറയുന്നത്. നീ എൻ്റെ ട്വിൻ ഫ്ലൈം ആണ് അല്ലേ? അപ്പം അതിനെയാണ് നമുക്ക് മെസ്സേജും കിട്ടിയത്. എൻ്റെ ട്വിൻ ഫ്ലൈം ആണ് നീ. ആ വ്യക്തിക്ക് അറിയാം എൻ്റെ ട്വിൻ ഫ്ലൈം ആണ് എന്നുള്ളത്. മലപ്പുറം, അവിട്ടം ഡാൻസർ, എ കാസർഗോഡ്, ട്വിൻ ഫ്ലൈം പൂരാടം, ഗൾഫ് ചതയം, ഇടുക്കി എൻ, എറണാകുളം എൽ, കെ വിശാഖം, ചിത്ര വി, സോൾമേറ്റ് ഉത്രാടം, ഡിസംബർ കോട്ടയം, തൃശ്ശൂർ എം, മാർച്ച് പൂയം, ഡി കോഴിക്കോട്, റിങ് 10 വീക്ക്, ഉത്രം മെയ്, സി വയനാട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.